ദ വേൾഡ് ഓഫ് ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സെറ്റ് ഓപ്പണിങ് ചെയ്യുകയാണ്. ഈ സെറ്റ് അഴിക്കുന്നതിനെപ്പറ്റി നമുക്ക് കാണിക്കാം. N1 കോമ്പാക്റ്റ് PS സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ പ്രൊഫഷണൽ അടിയാണ്. ബോക്സിനകത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണിത്. ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബാറ്ററി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സെറ്റാണിത്. കാരണം ഡയറക്റ്റ് കറണ്ട് DC ആണ് ഈ ബാറ്ററിക്കകത്ത്. AC നമുക്ക് കറണ്ടിൽ കുത്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉപയോഗിക്കാം. പുറത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ടൈപ്പ് സെറ്റാണിത്. സെറ്റ് അഴിക്കുകയാണ് പോവാണ്. സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. JBLൻ്റെ പ്രൊഫഷണൽ ഓഡിയോ സിസ്റ്റമാണിത്. ഇത് സെറ്റിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനാണ്. പവർ കോഡ്, ഇനി ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ പറയാം. കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. സെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പം 800 grams ആണ് വരുന്നത്. വരുന്ന കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് വരും, ആക്സിലറി വരും, USB വരും. dB ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 7.5 Hz ഫ്രീക്വൻസി. ഇതിൽ ബാറ്ററി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ബാക്കപ്പ് ഒക്കെയാണ് സെറ്റിന്. പിന്നെ അതുപോലെ ഈ സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 42 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. കൊണ്ടുനടക്കാൻ പറ്റുന്ന, പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബെസ്റ്റ് ബേസും അത്യാവശ്യം ട്രബിളൊക്കെ ഉള്ള നല്ലൊരു പ്രോഗ്രാമബിൾ മ്യൂസിക് സിസ്റ്റമാണിത്. ഹർമൻ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് ഹർമൻ്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. USA അമേരിക്കൻ പ്രോഡക്റ്റാണിത്. ഓൺ ചെയ്ത് കാണിക്കാം. ഇപ്പം സ്റ്റാൻഡ് ബൈയിൽ കിടക്കുവാണ്. ഈ പച്ച ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറണ്ട് കൊടുത്തിട്ടുണ്ട്, AC ഓണാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേ ചാർജിങ് നടക്കുന്നതിൻ്റെ ഇൻഡിക്കേഷനാണത്. ബ്ലൂടൂത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നെങ്കിൽ ഇപ്പോൾ സെറ്റ് വർക്കിംഗ് അല്ല. എന്ന് വെച്ചാൽ സ്റ്റാൻഡ് ബൈയിൽ കിടക്കുവാണ്. പൾസ് കൊടുത്ത് പവർ സ്വിച്ചാണിത്. ഇപ്പോൾ സെറ്റ് ഓൺ ആയിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, ഡിസൈനൊക്കെ ഉണ്ട്. ഇതിലിനി ബ്ലൂടൂത്ത് നമുക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഇത് കണക്ടിവിറ്റിയാണ്. പിന്നെ USB എടുക്കത്തില്ല. എന്ന് വെച്ചാൽ അത് സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ളതാണ്.